ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് സൗത്ത് ഇന്ത്യ ഫാഷനൊക്കെ ഉണ്ട് ഗ്രാൻഡ് ഫിനാലെ ഒന്ന് കണ്ടാലോ? നിങ്ങൾ കാണും, ഞാൻ പോയി മത്സരിക്കാം. എന്തേ, അടിപൊളിയല്ലേ? ഞാൻ ഇതിൻ്റെ പാർട്ട് 1 ലൈക്ക് ഡേ 1 ഞാൻ ഓൾറെഡി ചാനൽ ഇട്ടിട്ടുണ്ടാകും. സോ അതാദ്യം കാണാം. ഓക്കെ, എന്നിട്ട് ഇത് കണ്ട് കത്തും ലൈക്ക് ഐ തിങ്ക് സോ. അപ്പോൾ നമുക്ക് ആ മത്സരം എന്തായാലും നിങ്ങൾ കാണുക, ഞാൻ മത്സരിക്കുക. ഓക്കെ, എൻ്റെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടോ എന്നുള്ളത് ഞാൻ വെരി സെറ്റാണ്. ഞാൻ സെറ്റാണ്, യെസ്. എൻ്റെ കൂടെ എന്ന് വരുന്നത് ഇത്തിരിയും സാധനങ്ങളാണെന്നുള്ളത്. ഇതെൻ്റെ ഞാൻ ഇന്നൊരു ബ്രൈഡ് ആവാൻ വേണ്ടി പോക്കിയത് ബ്രൈഡ്. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം പോവുകയാണ്. ഞാൻ ഭയങ്കര കൂളാണ്. I think we are about to reach. ഹലോ ഗൈസ്, ഞാൻ വീണ്ടും ഈ കുരിപ്പിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ ഇത് ഇവിടെ നിൽക്കുകയാണ് സ്റ്റേജിൽ. ഗൈസ്, നമ്മളങ്ങനെ കുറച്ച് നേരം ഒരുമിച്ചൊക്കെ ടെൻഷൻ അടിക്കുകയാണ്. സ്റ്റേജിൻ്റെ പ്രിപ്പറേഷൻസ്. നമ്മളോട് മേക്കപ്പിന് കയറാൻ പറഞ്ഞു. മേക്കപ്പിന് കയറട്ടെ ചേട്ടാ. ഞാൻ മേക്കപ്പിന് കയറി കിട്ടു. പിന്നെ ലെൻസ് വെച്ചു, അത് വെക്കാൻ കുറേ കഷ്ടപ്പെട്ടു. ലെൻസാണ് കൂടുതൽ വെക്കാൻ സമയം എടുക്കാറ്. ലെൻസൊക്കെ വെച്ചു. അതിന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കുഞ്ഞു വീഡിയോസ് എടുക്കുന്നുണ്ട്. കാരണം മേക്കപ്പിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ വീഡിയോസ് ഇങ്ങനെ കുഞ്ഞു വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ഈ ചേച്ചി എനിക്ക് മേക്കപ്പ് ചെയ്തിരുന്നത് നല്ല മേക്കപ്പായിരുന്നു, ഭയങ്കര ഇഷ്ടമായി. ആ ചേച്ചി നല്ല കമ്പനിയാണ്. ആ ചേച്ചിനാണ് എനിക്ക് ഹെയറും ചെയ്തിരുന്നത്. നല്ല കമ്പനി ആയിരുന്നു, നല്ല രസമായിരുന്നു. നമ്മളിങ്ങനെ ഞാൻ ഐബ്രോ അങ്ങനെ ചെയ്തില്ല, പക്ഷെ ആ ചേച്ചി അടിപൊളിയായിട്ട് ഐബ്രോ ചെയ്തൊന്നും എനിക്ക് ഐബ്രോ ചെയ്തതിന് ഇത്ര ഇഷ്ടമില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എന്തൊക്കെയോ വള സംസാരിക്കുന്നുണ്ട്, എന്തൊക്കെയാണെന്ന് എന്നോട് ശ്രദ്ധിക്കാൻ പാടില്ല. അതിൻ്റെ ഇടയിലൊക്കെ കുറേ ഷോകൾ. അതിൻ്റെ ഇടയിൽ ഒരു ഷോയിൻ്റെ ഇടയിൽ വരെ കുറേ ഷോകൾ. എന്ത് ചെയ്യാൻ, ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആവാൻ. അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മ വന്നൊന്ന് എത്തി നോക്കിയിട്ട് പോയി. യെസ്. പിന്നെ മേക്കപ്പ് കംപ്ലീറ്റ് ആയി. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് മേക്കപ്പ് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, എങ്ങനെ ഉണ്ടേനു. പിന്നെ അതിൻ്റെ ഇടയിൽ ആയിരിക്കും എന്തൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഞാൻ മറുപടി കൊടുത്തു. ഒരേ പോസ്. ഞാൻ ഹെയർ ചെയ്യാൻ തുടങ്ങി. ഹെയർ അയച്ചിടുക ചെയ്യണത്. ഞാൻ വനലൈ ചേച്ചിയാണ് എനിക്ക് ഹെയറും ചെയ്തിരുന്നത്. അപ്പം യെസ്, ഹെയർ അയച്ചിട്ടാണ് ചെയ്യണത്. എനിക്കാണെങ്കിൽ ഉറക്കം വരും. എനിക്ക് ലെൻസൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കം വരും. പിന്നെ ഇങ്ങനെ ഉറക്കം തോന്നി നിൽക്കുകയാണ്. ആ എത്തി നോക്കുന്ന കുട്ടി എൻ്റെ കൂടെ മത്സരിക്കാനുള്ള കുട്ടിയാണ്. യെസ് ഗൈസ്, ഇനിയിപ്പോൾ നമുക്ക് ഷോൾ വെക്കണം. സെറ്റാണ്. ബാക്കി ഗൈസ് ഒക്കെ വേണ്ടി ഞാൻ ഷോൾ വെക്കുകയാണ്. ഷോൾ വെക്കാൻ ഒരുപാട് പിന്നുകൾ കുത്തിനെ തലയിൽ കുത്തിക്കയറ്റി വെച്ചു. ഓ മൈ ഗോഡ്. ഞാൻ മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. ഓ മൈ ഗോഡ്. ഇനി ഞാൻ സ്റ്റേജിൽ കയറാൻ ആയിട്ടില്ല. ഫുഡ് കഴിക്കണം. നമ്മൾ നേരത്തെ അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വന്നു ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറയാൻ വേണ്ടിയിട്ട്. താങ്ക് യു മൈ ഡിയേഴ്സ്. അപ്പം യെസ്, അവരൊക്കെ വന്ന് എൻ്റെ കോസ്റ്റ്യൂമിനൊക്കെ എൻ്റെ ഫ്രണ്ട്സ് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി വന്നു. ഞാൻ ഞം എനിക്ക് വേറൊന്നും കിട്ടിയില്ല. സോ ഞാൻ ഉണ്ടയാണ് കഴിക്കുന്നത്. ഇത് നിങ്ങൾ നാട്ടിൽ എന്ത് പറയും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇത് കഴിക്കട്ടെ കേട്ടോ. ഓക്കെ, ശരി എന്നാൽ. ഞാൻ ഞം തിന്നു. ഇനി നമുക്കിനി ഫോട്ടോ എടുക്കാം. ഗൈസ്, ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഫോട്ടോഷൂട്ടിന് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അത് കഴിഞ്ഞ് കുറേ നേരം വീണ്ടും കട്ട പോസ്റ്റായിരുന്നു. ഓ മൈ ഗോഡ്, കട്ട പോസ്റ്റായിരുന്നു. ഓ മൈ ഗോഡ്. ഞാൻ റെഡിയായി. എൻ്റെ കൂടെ ഇത് നേരത്തെ കണ്ട ആ കുരിപ്പാണ് ഈ കുരിപ്പ്. ഞാൻ ഞം തിന്നുകയാണ്. അതിന് കഴിഞ്ഞു. ഇതാണ് ഈ ഡ്രസ്സിൻ്റെ ഓണർ. ഡ്രസ്സിൻ്റെ ഉടമസ്ഥ ഇത് ഈ കുട്ടിയാണ്. ഈ കുട്ടിയെ നിങ്ങൾ ഹോസ്പിറ്റൽ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാകും. ഗൈസ്, നമ്മൾ വീണ്ടും പോസ്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരാളുണ്ട്. ഇവിടെ മൊത്തത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഫുൾ ഓഫ് ബ്രൈഡ്. എക്സൈറ്റഡ് ആണോ? യെസ്, എക്സൈറ്റഡ് ആണോ? എല്ലാവരും എക്സൈറ്റഡ് ആണ്.
ഞാൻ കയറാൻ പോവാണ്. ഒക്കെ സെറ്റാണ്. അപ്പോൾ ഞാൻ സ്റ്റേജിൽ കയറി ഇറങ്ങി. എൻ്റെ സിംഗിൾ ബ്ലോക്ക് ക്ലസ്റ്റർ, പിന്നെ കുഞ്ഞൊരു 1 മിനിറ്റ് ഡാൻസ് ഉണ്ടായിരുന്നു, ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. അതിൻ്റെ ഇടയിൽ നിങ്ങളറിയാത്ത ഒരുപാട് കോലാഹലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളത് അറിഞ്ഞിട്ടില്ല. അറിയാതിരിക്കുന്നതാണ് നല്ലത്. സത്യത്തിൽ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, അതാണ് സംഭവം. എത്രയേ ഉള്ളൂ. അതാണ് ഇത്ര കാര്യമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഫുൾ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എൻ്റെ ഫോൺ അതിനെ സമ്മതിച്ചില്ല. പിന്നെ അവിടെ ഫുൾ ഹരിബരയാണ്, വീഡിയോ എടുക്കാൻ അധികം പറ്റിയില്ല. എന്തായാലും നിങ്ങൾ എൻ്റെ വ്ലോഗ് ആദ്യം മുതൽ അവസാനം വരെ കണ്ടതിന് ഐ എം വെരി താങ്ക്ഫുൾ. സോ ഗൈസ് ബൈ. എൻ്റെ റിസൾട്ട്